എല്ലാവരും അല്ലാഹുവിനോട് സ്വർഗമാണ് ചോദിക്കുന്നത്. സ്വർഗം തരണേ, സ്വർഗം തരണേ, സ്വർഗം തരണേ എന്ന് ദുആ ചെയ്യുമ്പോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞുകൊടുത്തു, സ്വഹാബ, നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ സല്ലു അൽ ഫിർദൗസ്, നിങ്ങൾ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം ചോദിക്കണേ എന്ന് നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറയുന്നു, നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിച്ചാൽ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം ചോദിക്കണം. നബി തങ്ങൾ പറയുന്നു, നിങ്ങൾ പോകുകയാണെങ്കിൽ ഫിർദൗസിൽ പോകണം. നിങ്ങൾ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോവുകയാണെങ്കിൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് കടന്നു പോകണം. ആ സ്വർഗമാണ് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ടത് എന്ന് നബി തങ്ങൾ അവിടെ നിന്ന് പരിചയപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ഫിർദൗസ്, എന്തിനാണ് ഫിർദൗസ് ചോദിക്കാൻ പറഞ്ഞത്? ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിന്റെ പ്രത്യേകത എന്താണ്? നാം അതിനെക്കുറിച്ച് പഠിക്കുവാൻ തയ്യാറാകണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം തരണേ എന്ന് ദുആ ചെയ്യാൻ പറയുമ്പോ ആ സ്വർഗത്തിന്റെ പ്രത്യേകത എന്താണ്? നബി തങ്ങൾ പറയുന്നു, ഇന്ന ഫിൽ ജന്നതി മിഅത ദറജ വഅലാഹാ ജന്നാത്തുൽ ഫിർദൗസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, സ്വർഗത്തിൽ 100 പദവിയാണുള്ളത്. 1 മുതൽ 100 പദവി വരെയാണ് അല്ലാഹുവിന്റെ സ്വർഗത്തിലുള്ളത്. ഒന്നാമത്തെ പദവിയുടെയും രണ്ടാമത്തെ പദവിയുടെയും ഇടയിലുള്ള ദൂരമുണ്ടല്ലോ, ആകാശഭൂമികൾക്കിടയിലുള്ള ദൂരമുണ്ടെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, പടച്ച റബ്ബിന്റെ സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായ, ഏറ്റവും വലിയ പ്രതിഫലമായ, ഏറ്റവും വലിയ പദവിയായ സ്വർഗമാണ് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം. ആ സ്വർഗത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? അതിനകത്ത് കടന്നു പോകുന്നത് BVIPകളാ. ആ സ്വർഗത്തിന്റെ അവകാശികൾ BVIPകളാണ്. ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും അയ്യൂബ് നബിയും സുലൈമാൻ നബിയും സക്കരിയ നബിയും ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാര് പടച്ചവനെ ബദറിലും മുഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലുമെല്ലാം പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി പോരാടി വീര്യമെത്യം ഭരിച്ച ശുഹദാക്കളുണ്ടല്ലോ. പടച്ചവനെ സ്വഹാബത്തും താബീങ്ങളും തബഉ താബീങ്ങളും ഇമാമുമാര് മൗലിയാക്കന്മാര് സയ്യിദന്മാര് തങ്ങന്മാര് പണ്ഡിതന്മാര് അല്ലാഹു ഇഷ്ടപ്പെട്ട BVIPകൾ കടന്നു പോകുന്ന സ്വർഗമാണ് ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗമെന്ന് നബി തങ്ങൾ പരിചയപ്പെടുത്തുമ്പോ പാവപ്പെട്ടവരായ മുഹാജിറുകളായ ആ സ്വഹാബത്ത് നബി തങ്ങളുടെ മുമ്പിലിരുന്ന് കരയുകയാണ്, മുത്തുനബിയുടെ മുമ്പിലിരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്നു, സ്വഹാബാ, എന്തിനാ നിങ്ങൾ കരയുന്നത്? എന്തു പറ്റി സ്വഹാബാ? അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് ചോദിക്കുമ്പോ, ആ പാവപ്പെട്ടവരായ ഒരു ദുരിതാ പടച്ചവനെ ഉടുക്കാൻ ഒരു നല്ല വസ്ത്രം പോലുമില്ലാത്ത, അതാ ഒരു ദിവസത്തിൽ ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാനില്ലാത്ത ആ പാവപ്പെട്ടവരായ സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, BVIPകൾ കടന്നു പോകുന്ന സ്വർഗത്തിൽ ഈ പാവപ്പെട്ടവരായ ഞങ്ങൾക്ക് പോകാൻ കഴിയില്ലേ നബിയേ? ഞങ്ങൾക്ക് അവിടെ എത്താൻ കഴിയില്ലേ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് അവിടെ നിന്ന് കരന്നുകൊണ്ട് ചോദിക്കുമ്പോ നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, നിങ്ങൾക്കും പോകാം സ്വഹാബാ, വേണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്കും പോകാം സ്വഹാബാ. അതിനുള്ള വഴി എന്തെന്നറിയുമോ? ആ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നവരുടെ സ്വഭാവ ഗുണങ്ങളുണ്ടല്ലോ. ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം, ആ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന BVIPകളുണ്ടല്ലോ, ആ BVIPകളുടെ സ്വഭാവ ഗുണങ്ങൾ നമുക്കും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, നമുക്കും ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് കടന്നു പോകാം. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിച്ചാ ഫിർദൗസ് ചോദിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി
വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിച്ചാൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം ചോദിക്കണം. നിങ്ങൾ പോകുകയാണെങ്കിൽ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ പോകണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ പോകാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം അല്ലാഹുവിന്റെ സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവിയാണ്. അവിടെ വിഐപികളാണ് കടന്നു പോകുന്നത്. അപ്പൊ സാധാരണക്കാരായ നമുക്കൊക്കെ അവിടെ കടന്നു പോകണമെങ്കിലും വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് പോകാൻ കഴിയും. വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് പോകാൻ കഴിയും. അതിനുള്ള വഴി എന്താ? ആ ഫിർദൗസിൽ പോകുന്നവരുടെ സ്വഭാവ ഗുണങ്ങൾ നമ്മളും ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ ജീവിതത്തിൽ അവിടെ പോകുന്നവരുടെ സ്വഭാവ ഗുണങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കുക. അപ്പൊ ആ ഫിർദൗസിന്റെ അവകാശികളായ പ്രവാചകന്മാരുടെ സ്വഭാവ ഗുണം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. ഈ പറയുന്ന സ്വഭാവം നമ്മളിൽ ആർക്കാവുള്ളത്? ഈ പറയുന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാം. ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിൽ കടന്നു പോകുന്നവരുടെ സ്വഭാവ ഗുണങ്ങൾ അല്ലാഹു പറയുകയാ. അല്ലാഹു ഒന്നാമതായി പറയുന്ന സ്വഭാവം എന്തെന്നറിയോ? ഈ വഅദ കേൾക്കാൻ വന്നിരിക്കുന്ന ഓരോരുത്തരും അവരവരുടെ മനസാക്ഷിയോട് ചോദിക്കേണ്ട ഗുണങ്ങളാണ്. ഈ പറയുന്ന നന്മ നമ്മളിൽ ആർക്കാവുള്ളത്? ഈ പറയുന്ന സൽക്കർമ്മം ചെയ്യുന്ന ആരാ നമ്മുടെ കൂട്ടത്തിലുള്ളത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് ഒന്നാമതായി പറയുകയാണ്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. അല്ലാഹു പറയുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? അവിടുന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, ഈ സ്വഭാവം ആർക്കാവുള്ളത്? വഅദ് കേൾക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ട് കടന്നു വന്ന ഉമ്മമാരെ, ഈ പറയുന്ന സ്വഭാവം നിങ്ങളിൽ ആർക്കാവുള്ളത്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുന്നു, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, പഠിച്ചവനെ ആദ്യം എനിക്ക് ചെയ്യണം തമ്പുരാനെ, ആദ്യം എനിക്ക് ചെയ്യണം തമ്പുരാന്. ആ കേട്ട അറിവ് ചെയ്യാതെ സമാധാനമില്ല. ആ കേട്ട ഒരു നല്ല കാര്യമുണ്ടല്ലോ, അത് ചെയ്യാതെ ഉറങ്ങാൻ പറ്റുന്നില്ല. അത് ചെയ്യണമെന്ന് പറയുന്ന ഒരാഗ്രഹമുണ്ടല്ലോ. സഹോദരാ, പുറകിൽ നിൽക്കുന്നവരോട് കേറിയിരിക്കാൻ പറഞ്ഞത് എനിക്ക് പ്രത്യേകം നേട്ടം കിട്ടാനല്ല. കേറിയിരിക്കാൻ പറഞ്ഞത് ഇത് സ്വർഗമാണ്, മുമ്പിലിരുന്നാൽ അത്രയും പ്രയോജനമുണ്ടല്ലോ. എടോ, ഒരു നല്ല കാര്യം പറഞ്ഞാൽ അവൻ ചെയ്യട്ടെ, ഇവന് ചെയ്യട്ടെ എന്നല്ല, എനിക്ക് ചെയ്യണം തമ്പുരാന്. ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നല്ലോ, ആരെങ്കിലും എഴുന്നേറ്റ് ഒരു സദക്ക കൊടുക്കാൻ പറഞ്ഞ, ഒരു സദക്ക പറയാൻ പറഞ്ഞ, എല്ലാവരും തിരിഞ്ഞു നോക്കുന്നു. ആരാ? ആരാണ് എഴുന്നേക്കുന്നത്? പെങ്ങളെ, ഒരു സ്വർണ്ണമൂരി തരാൻ പറഞ്ഞു, പള്ളിക്ക് വേണ്ടിയാ, പാവങ്ങൾക്ക് വേണ്ടിയാ. അതാ പടച്ചവനെ, എത്ര പവന സ്വർണ്ണമുണ്ടെന്ന് പോലും നിനക്കറിയില്ല. ആ നീയാണ് തിരിഞ്ഞു നോക്കുന്നത് ആരാണ് ഊരുന്നതെന്ന്. എന്നാ പടച്ച റബ്ബെനിക്ക് വാരിക്കൂരി തന്നിട്ടുണ്ടല്ലോ, ഞാനല്ലേ കൊടുക്കേണ്ടത്, ഞാനല്ലേ ആദ്യം ചെയ്യേണ്ടത്. പടച്ചവനെ അങ്ങനെ പറയുന്ന ഒരു സ്വഭാവം അധികം ആൾക്കാർക്കും ഇല്ലടോ. എന്നാ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്ന ഒരടിമയെ പരിചയപ്പെടുത്താം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിന്റെ അവകാശിയാണ്. ആ അടിമയുടെ സ്വഭാവം എന്തെന്നറിയുമോ? നബിതങ്ങൾ പറയുകയാണ്, നബിതങ്ങൾ പറയുകയാ, യഹ്തല ഇബ്രാഹിം അലൈഹിസ്സലാം വഹുവ ഇബ്നു 80 സന.
നിബിതങ്ങളും അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 80 വയസ്സായി. ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന ഒരാൾ പോലും ഉണ്ടാകണമെന്നില്ല. 80 വയസ്സ് പ്രായമുള്ള ഒരു ഉമ്മയോ ഒരു വാപ്പയോ ഈ സദസ്സിലുണ്ടാകാൻ 98% സാധ്യതയില്ല. പടച്ചവനെ യഥാ പടച്ചവനെ 80 വയസ്സുള്ള വൃദ്ധനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പടച്ച റബ്ബിന്റെ കൽപ്പന വരുന്നു, ഇബ്രാഹിം നബിയേ സുന്നത്ത് കല്യാണം നടത്തണം നബിയേ. ലോകത്ത് ആദ്യമായിട്ട് അല്ലാഹുവിന്റെ കൽപ്പന വരികയാണ്. ഇബ്രാഹിം നബിയോടാണ് പറയുന്നത്. 8 വയസ്സുള്ള ഇബ്രാഹിം എന്ന് പറയുന്ന പയ്യനോടല്ല, 80 വയസ്സ് പ്രായമുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ കൽപ്പന വരുന്ന സുന്നത്ത് കല്യാണം നടത്താൻ എന്ത് ചെയ്തെന്നറിയുമോ വാപ്പാ? വഹുവ ബിൽ തന്റെ കയ്യിലൊരു മഴുവിരിക്കുകയാണ്. അതാ വിറക് വെട്ടുന്ന ഒരു ചെറിയ മഴുവുണ്ടല്ലോ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കയ്യിലിരിക്കുകയാണ്. ഇബ്രാഹിം നബി തന്റെ കയ്യിലിരുന്ന ചെറിയ മഴുവുണ്ടല്ലോ, ആ മഴുവ് കൊണ്ട് സ്വന്തമായിട്ട് അവിടുന്ന് സുന്നത്ത് കല്യാണം നടത്തുകയാ. അവിടുന്ന് സ്വന്തമായി സുന്നത്ത് കല്യാണം നടത്തി. പടച്ചവനെ രക്തമൊഴുകുകയാണ്. ഇബ്രാഹിം നബിയുടെ ശരീരത്തിൽ നിന്ന് രക്തമൊഴുകുകയാണ്. അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് കടന്നു വരികയാ. രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ഇബ്രാഹിം എന്ന് പറയുന്ന പ്രവാചകനെ കണ്ടപ്പോ, യാ ഖലീലല്ലാഹ് നബിയേ, എന്തിനാ നബിയേ, എന്തിനാ നബിയേ, ഒന്ന് സമാധാനത്തോടെ ചെയ്താ മതിയായിരുന്നല്ലോ, എന്തിനാ ഇത്ര പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തത്? ഒന്ന് ക്ഷമയോടുകൂടി ചെയ്താ മതിയായിരുന്നല്ലോ. അതാ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ഇബ്രാഹിം എന്ന് പറയുന്ന പ്രവാചകനോട് ചോദിക്കുമ്പോ ഇബ്രാഹിം നബി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ജിബ്രീലേ, അല്ലാഹു ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ, അല്ലാഹു ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാ പിന്നെ എന്തിനാ ആലോചിക്കുന്നത്? പിന്നെ എന്തിനാ താമസിപ്പിക്കുന്നത്? അല്ലാഹു ചെയ്യാൻ പറഞ്ഞാ ചെയ്യണമല്ലോ. ഇതാണ് ഖുർആൻ പറഞ്ഞത്, ഇന്നകും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സമാധാനമില്ല, അവർക്ക് വല്ലാത്ത ഒരു ടെൻഷനാടോ. അത് ചെയ്താലേ അവർക്ക് മനസ്സമാധാനം കിട്ടൂ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിക്കേണ്ടത് എവിടെയാണ്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, സഹോദരങ്ങളോട്, മക്കളെ, ഇന്നത് ചെയ്താൽ ഇന്നതാണ് പ്രതിഫലം. നിസ്കരിക്കുന്നവൻ ഇന്ന പ്രതിഫലമാണ്, നോമ്പ് പഠിക്കുന്നവന് ഇന്ന പ്രതിഫലമാണ്, ഖുർആൻ ഓതുന്നവന് കിട്ടുന്ന പ്രതിഫലം ഇതാണ്. ഉസ്താദന്മാരെവിടെന്ന് പറയുമ്പോ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് വല്ലാത്ത വാശിയാ, അവർക്ക് വല്ലാത്ത ദേഷ്യമാടോ. ഉസ്താദ് ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞത് ഉസ്താദിന്റെ കണ്ണിന്റെ മുമ്പിൽ ചെയ്ത് കാണിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ ചെറുപ്പക്കാര് പറയുന്ന. ഉസ്താദ്, നിങ്ങൾ പറയുന്നത് പോലെ സ്വപ്നലോകത്ത് ജീവിക്കാനുള്ളതല്ല, ജീവിതം ആസ്വദിക്കാനുള്ളതാ, ജീവിതം സുഖിക്കാനുള്ളതാ. നിങ്ങൾ എത്ര വഴുതു പറഞ്ഞാലും ഞങ്ങൾ മാറൂല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാലഘട്ടത്തിലെ ചെറുപ്പക്കാര് നടക്കുമ്പോ, മക്കളെ, 1400 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ചെറുപ്പക്കാരുടെ ചരിത്രം നിനക്കറിയുമോ? ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുകയാ. പടച്ചവനേ, ഉമൈർ ഇബ്നു ഹുമാം എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, സ്വഹാബാ, ഇന്നാര് ഷഹീദാകുന്നുണ്ടോ? ഈ രണാങ്കണത്തിൽ ആര് ഷഹീദാകുന്നുണ്ടോ? അവർക്ക് സ്വർഗമുണ്ട് സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് വിളിച്ചു പറയുമ്പോ സഹാബത്ത് കേൾക്കുകയാണ്. ഉമൈർ ഇബ്നു ഹുമാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അറിയുകയാണ്, അവിടെ നിന്ന് തുള്ളിച്ചാടുകയാണ്. അല്ലാഹുവേ, എല്ലാവരും ചോദിക്കുന്നു, എന്തിനാ ഉമൈറെ തുള്ളിച്ചാടുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് കേട്ടോ, ഈ രണാങ്കണത്തിൽ
യുദ്ധത്തിൽ ശഹീദാകുന്നവർക്ക് സ്വർഗമുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ഈ ഉമൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് കടന്നു വന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇന്ന് ശഹീദാകുന്നവർക്ക് സ്വർഗമുണ്ടോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, ഉമൈർ എന്തേ സംശയം, എന്തേ ഉമൈർ? നബി തങ്ങൾ പറയുന്ന സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുകയാണ്. ഉമൈർ ഇബ്നു ഹുമാം എന്ന് പറയുന്ന രക്തത്തിളപ്പുള്ള യുവത്വമുള്ള ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകന് സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നു എന്ന് പറയുമ്പോ അതാ പടച്ചവനെ ഇറങ്ങി പോവുകയാണ്. തന്റെ കയ്യിൽ ഒരു കാരക്ക ഇരിക്കുകയാണ്, ഒരു കാരക്ക തന്റെ കയ്യിലിരിക്കുകയാണ്. ഉമൈർ റളിയല്ലാഹു തആല അൻഹു ആ കാരക്കയങ്ങ് താഴെ വെക്കുകയാ. ഉമൈർ ഇബ്നു ഹുമാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ കയ്യിലിരുന്ന കാരക്കയങ്ങ് താഴെ വെക്കുകയാണ്. കടിച്ചിട്ട് പോകടാ ഉമൈർ, എന്തായാലും കാരക്ക എടുത്തതാണല്ലോ, അത് കടിച്ചിട്ട് പോകാൻ പറയുമ്പോ ഉമൈർ ഇബ്നു ഹുമാമിന്റെ മറുപടി എന്തെന്നറിയുമോ? അർജു അന്നകൂന മിൻ അഹ്ലിഹാ. നബി തങ്ങൾ പറഞ്ഞ വിഭാഗത്തിൽ എനിക്ക് പെടണം. ഈ കാരക്ക കടിക്കുന്ന സമയം പോലും എനിക്ക് ഈ ദുനിയാവിൽ ജീവിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മുഖത്തിന്റെ രണാകണത്തിലേക്ക് കടന്നു ചെന്ന് ഷഹീദായ സ്വഹാബിയാണ് മഹാനായ ഉമൈർ ഇബ്നു ഹുമാം റളിയല്ലാഹു തആല അൻഹു. ആ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരെങ്ങനെയാണ്? വാപ്പാ, ഇന്നത് ചെയ്താൽ ഇന്നതാണ് പ്രതിഫലം, പ്രതിഫലം പറഞ്ഞാൽ ഒരു മാറ്റം വരണേ വാപ്പാ. നിങ്ങളെ പ്രതിഫലം ഇതാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ നീ പടച്ചവനെ മടി കാണിക്കുന്നത്? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഗർഭിണിയാണ്. ഫാത്തിമ ദാ ഗർഭിണിയായ പെണ്ണുങ്ങൾക്ക് ചില ഭക്ഷണങ്ങളോട് വല്ലാത്ത ആഗ്രഹമാണ്. അതുകൊണ്ട് അലിയാർ തങ്ങളോട് പറഞ്ഞു, അലിയേ, എനിക്കൊരു റുമ്മാമ്പഴം വേണം അലിയേ. ഗർഭിണിയായ ഭാര്യയുടെ ആഗ്രഹമാണല്ലോ, ഒരു റുമ്മാമ്പഴം വേണമെന്ന് പറയുമ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു റുമ്മാമ്പഴം വാങ്ങാൻ പോവുകയാണ്. തന്റെ കയ്യിലിരുന്ന പൈസ കൊണ്ട് നല്ല ഒരു റുമ്മാമ്പഴം വാങ്ങിച്ചിട്ട് അലിയാർ തങ്ങൾ തിരിച്ചു വരുമ്പോ ഒരു മനുഷ്യൻ ഓടി വന്നിട്ട് പറഞ്ഞു, അലിയേ, വിശക്കുന്നു അലിയേ, ഭക്ഷണം കഴിച്ചിട്ടില്ല അലിയേ, എനിക്ക് വല്ലതും തരണേ അലിയേ. അലിയാർ തങ്ങളുടെ കയ്യിൽ ആ റുമ്മാമ്പഴമല്ലാതെ വേറെ ഒന്നുമില്ല. ആ പഴമാണെങ്കിൽ ഗർഭിണിയായ ഭാര്യ ആഗ്രഹത്തോടെ പറഞ്ഞു വാങ്ങിച്ചു കൊണ്ടുവന്നതാണ്. അലിയാർ തങ്ങൾ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു, അലിയേ, ഒന്നിനു 10 ഇരട്ടി അല്ലാഹു തരും അലിയേ. ആ പ്രതിഫലം അവിടെ നിന്ന് കേട്ട് കഴിഞ്ഞപ്പോ അലിയാർ തങ്ങൾ തന്റെ കയ്യിലിരുന്ന റുമ്മാമ്പഴം എടുത്തു കൊടുക്കുകയാണ്. എല്ലാം അങ്ങ് മറക്കുകയാണ്. കാരണം പ്രതിഫലം അതാണ്, അല്ലാഹു തരുമെന്നുള്ള പ്രതിഫലം കേട്ടപ്പോ അവിടെ നിന്ന് കൊടുക്കാൻ തയ്യാറാവുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന നന്മയുടെ വിഷയത്തിൽ വേണം നമ്മൾ മത്സരിക്കാറ്. വാശി കാണിക്കേണ്ടത് 5 വഖ്ത് നിസ്കരിക്കാനാ, വാശി കാണിക്കേണ്ടത് സുബഹി ജമാഅത്തായി പള്ളിയിൽ വന്ന് നിസ്കരിക്കാനാ, അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ വെച്ച് പറഞ്ഞു, സ്വഹാബാ, അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കണം സ്വഹാബാ. നമ്മൾ മത്സരിക്കുന്നത് വേറെ പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. എന്നാൽ ഒരിക്കൽ മസ്ജിദുൻ നബവിയിൽ ഒരു മത്സരം നടന്നു. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കണം, എന്താണ് ഉള്ളത് എടുത്തുകൊണ്ടുപോവാ. സഹാബത്ത് മുഴുവനും ഇറങ്ങിപ്പോയി. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ തങ്ങൾ തന്റെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, അബൂബക്കറിനെ പരാജയപ്പെടുത്തണം, എനിക്കൊരിക്കലെങ്കിലും ഒന്ന് വിജയിക്കണം. പള്ളിയിലെ തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ നിയമസഭയിലെ തെരഞ്ഞെടുപ്പിനോ അല്ല, എനിക്കൊരിക്കലെങ്കിലും ഒന്ന് ജയിക്കണം, അബൂബക്കറിനെ പരാജയപ്പെടുത്തണം. ഒരു വാശി. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഏത് നന്മയുടെ വിഷയത്തിലും ആ ചങ്ങാതിയാണ് എന്നും ഒന്നാമൻ. അതുകൊണ്ട് ഒരിക്കലെങ്കിലും എനിക്കൊന്ന് ഒന്നാമനാകണം.
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആ വീട്ടിലേക്ക് പോകുന്നത്. കാരണം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുബ്ഹി നമസ്കാരം ഷഹീർ മൗലവിയില്ലേ ഇരിക്കുന്നത്, എഴുന്നേറ്റ് ഇവിടെ ആണെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ, എൻ്റെ മലക്കുകളൊന്നുമില്ല. സാധാരണ ഒരു സദസ്സിൽ പോയി കഴിഞ്ഞാൽ ഇരിക്കാൻ പോലും കസേര കിട്ടത്തില്ല, ഞാൻ ഒറ്റയ്ക്ക് കബറി ഇരിക്കണ പോലെ ഇരിക്കുക. ഷഹീർ നീ എഴുന്നേറ്റ് ഡേറ്റ് വരാത്തതിന്റെ ദേഷ്യം ഉണ്ടെന്ന് എനിക്കറിയാം. കബീർ വാക്കബിയുടെ വാഴതൊക്കെ വെക്കാൻ ഉഷാസ്ഥാൻ്റെ ഒക്കെ വാഴ വെക്കാനേ വരത്തുള്ളൂ, വലിയ ആളാണ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് വരത്തില്ല, അട്ടർക്ക ഇല്ലെങ്കിൽ അയാളൊന്നും ചെയ്യില്ല. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഓടി വാ, ഒന്നാമതൊന്നുമില്ല, എന്നെ പോലെ തന്നെ വാ. കബറിയിരിക്കുന്ന പോലെ ഞാൻ ഇരിക്കുന്നു, കൂട്ടിനാരെങ്കിലും വേണ്ടേ? വാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ചോദിച്ചു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമ, ഇന്ന് നോമ്പ് പിടിച്ച ആരെങ്കിലും ഉണ്ടോ? എല്ലാരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അബൂബക്കർ തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു തആല എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാനുണ്ട് നബിയെ. ഓക്കെ, ഇന്ന് സദഖ കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പോഴും അബൂബക്കർ എഴുന്നേറ്റിട്ട് പറയുന്നു, ഞാനുണ്ട് നബിയെ. ഇന്ന് രോഗസന്ദർശനം നടത്തിയ ആരെങ്കിലും സുബഹിക്കാ വയ്ക്കണേ? അസറിനല്ല ചോദിക്കുന്നത്, സുബഹി നിസ്കാരത്തിന് കഴിഞ്ഞിട്ടാണ് നബി തങ്ങൾ ചോദിക്കുന്നത്, ഇന്ന് രോഗസന്ദർശനം നടത്തിയ ആരെങ്കിലും ഉണ്ടോ? അപ്പോഴും അബൂബക്കർ പറഞ്ഞു, ഞാനുണ്ട് നബിയെ. ഇന്ന് ജനാസയിൽ വല്ലതും പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പോഴുണ്ട് അബൂബക്കർ, ഞാനുണ്ട് നബിയെ. ദൈ ചങ്ങാതി, ഏത് കാര്യം എടുത്തു നോക്കിയാലും നന്മയുടെ വിഷയത്തിൽ ഒന്നാമന. അതുകൊണ്ട് ഉമർ തങ്ങൾക്ക് ഈ വാശി. തന്റെ വീട്ടിൽ ചെന്നു, സമ്പാദ്യം മുഴുവനും എടുത്തു വെച്ചു, എന്നിട്ട് അതിന്റെ നേറു പകുതി എടുത്തു. തന്റെ സമ്പാദ്യത്തിന്റെ നേറു പകുതി എടുത്തു. എന്തായാലും അബൂബക്കർ എന്നെ പോലെ കൊണ്ടുവരൂല, ഞാൻ ഇന്ന് വിജയിക്കും. തന്റെ സമ്പാദ്യത്തിന്റെ പകുതി എടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞു, നബിയെ, എന്റെ സമ്പത്തിന്റെ പകുതി അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി തന്നിരിക്കുന്നു. നബി തങ്ങൾക്ക് വലിയ സന്തോഷം, ദുആ ചെയ്തു. ഒരുപാട് മൃതങ്ങളിങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. ഓരോരുത്തരും അവരവരുടെ കയ്യിലുള്ളത് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ആ ഉമർ തങ്ങൾക്ക് വേറെ ഒന്നും അറിയണ്ട, എവിടെ അബൂബക്കർ എവിടെ, ഇത് മാത്രം അറിഞ്ഞാൽ മതി. അപ്പോഴാണ് സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഏറ്റവും അവസാനം വരണേ. അബൂബക്കർ തങ്ങൾ ഇങ്ങനെ വരുമ്പോ നോക്കുമ്പോ ഒരു ചെറിയ പുതിയ കയ്യിലുള്ള. ഉമർ തങ്ങൾക്ക് വലിയ സന്തോഷമായി. എന്തായാലും എന്നെ പോലെ ഇല്ല, ഓടി നബി തങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടി. അബൂബക്കർ തങ്ങൾ ആ ചെറിയ പൊതി കൊണ്ടുവന്നിട്ട് നബി തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അബൂബക്കർ, ഇനി വീട്ടിൽ എന്തുണ്ട്? ഇനി എന്താ നിന്റെ വീട്ടിൽ ബാക്കിയുള്ളത്? അബൂബക്കർ തങ്ങളുടെ മറുപടി, അള്ളാഹും അവന്റെ പ്രവാചകനും അല്ലാതെ ഇനി ഒന്നുമില്ല നബിയെ, ഉള്ളത് മുഴുവനും ഞാൻ തന്നിരിക്കാം. ഇതാണ് മത്സരം, ഇതാണ് നന്മയുടെ വിഷയത്തിലുള്ള മത്സരം. ഇത് ഈ ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയാൻ പറഞ്ഞ് നമ്മളൊന്ന് ആലോചിക്കും, വേണോ വേണ്ടയോ എന്ന്. ഒരു നല്ല കാര്യത്തിന്റെ വിഷയത്തിലേ നമുക്ക് ആലോചനയുള്ളൂ. അതുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. നമുക്കുമൊന്ന് മത്സരിക്കാം പെങ്ങളെ, നമുക്കുമൊന്ന് മത്സരിക്കാം പെങ്ങളെ. എന്റെ പ്രിയപ്പെട്ട സഹോദര, നമുക്കും ഒരു കാര്യത്തിലൊന്ന് മത്സരിച്ചാലോ? ആരാ പറഞ്ഞു തരുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകളും മകൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ, ഫാത്തിമയാണ് പറഞ്ഞു തരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട മരുമകനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അതാ അലിയാര് തങ്ങളാണ് ഹദീസ് പറയുന്നത്. അതാ ഒരു ദിവസം അലിയാര് തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ അലിയാര് തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്ന് സലാം പറയുകയാണ്. ഫാത്തിമ എവിടുന്ന് സലാം അടക്കുകയാണ്. പക്ഷേ ഫാത്തിമയുടെ മുഖത്തൊരു സങ്കടം കാണുകയാണ്. എന്തോ ഒരു സങ്കടം അലിയാര് തങ്ങൾക്ക് മനസ്സിലായി. എന്തു പറ്റി ഫാത്തിമ നിനക്ക്? എന്താണ് ഫാത്തിമ പ്രശ്നം? എന്താണ് ഫാത്തിമ? അലിയാര് തങ്ങൾ എത്ര ചോദിച്ചിട്ടും അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് പറയുന്നില്ല. അവസാനം അലിയാര് തങ്ങൾ ഫാത്തിമ ബീബിയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ്. ഫാത്തിമയുടെ കയ്യിൽ പിടിക്കുമ്പോ ഫാത്തിമ എവിടെന്ന് കരയുകയാണ്. എന്തിനാണ് കരഞ്ഞതെന്നറിയുമോ? അലിയാര് തങ്ങൾ ആ കയ്യിലേക്ക് നോക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കൈ പൊട്ടിയിരിക്കുകയാണ്. എങ്ങനെയാണ് കൈ പൊട്ടിയതെന്നറിയുമോ? ഭർത്താവിന്റെ വീട്ടിൽ ജോലി ചെയ്തിട്ട്, എന്ത് ജോലിയാണെന്നറിയുമോ?
ആരാണെന്നറിയുമോ? അലിയാർ തങ്ങളെ പാവപ്പെട്ടവനാണ്. ഗോതമ്പ് വാങ്ങിച്ചു കൊണ്ടുവന്ന് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ആ ഗോതമ്പ് ആട്ടുകല്ലിനകത്തിട്ട് ഫാത്തിമ കൈകൊണ്ട് പൊടിക്കുകയാണ്. പഠിച്ചവനെ അതാ പൊടിച്ച് തന്റെ ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കുമ്പോ അത് കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ടാണ് ആ കുടുംബം കഴിയുന്നത്. പഠിച്ചവനെ ഫാത്തിമ ബീബി കല്ല് പിടിച്ചിട്ടാണ് പെങ്ങളെ കൈ പൊട്ടിയത്. എന്തൊരു കഷ്ടപ്പാടാണെന്നറിയുമോ? നീ ചോദിക്കും സിറാജേ, കല്ല് പിടിച്ച കൈ പൊട്ടുമോ? ഫാത്തിമയുടെ കഷ്ടപ്പാടെന്തെന്നറിയുമോ? ഫാത്തിമയ്ക്ക് സമയമില്ലായിരുന്നു പെങ്ങള്, വല്ലാത്ത ജോലിയായിരുന്നു. ഹസനും ഹുസൈൻ എന്ന് പറയുന്ന രണ്ടാമക്കള് ഫാത്തിമയ്ക്കുണ്ട്. 1 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഹസൻ തങ്ങളും ഹുസൈൻ തങ്ങളും തമ്മിൽ 1 വയസ്സിന്റെ വ്യത്യാസമാണ്. ഈ 1 വയസ്സിന്റെ വ്യത്യാസമുള്ള മക്കളെ ഉറക്കുന്നത് എങ്ങനെയെന്നറിയുമോ? അതാ തൊട്ടിലിൽ കിടത്തുകയാണ്, ഒരു കയറ് കെട്ടുകയാണ്. മാവ് പൊടിച്ചുകൊണ്ടിരിക്കുന്ന ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ മക്കളെ കരഞ്ഞാ കാലില് കയറ് കെട്ടിക്കിട്ടിരിക്കുകയാ. ആ കാല് കൊണ്ട് ഇങ്ങനെ ആട്ടിയാട്ടിയാണ് മക്കളെ പോലും ഫാത്തിമ അവിടെ ഉറക്കിയിരുന്നത്. അതുപോലെ വല്ലാത്ത കഷ്ടപ്പാടാണ്. തടച്ചവനെ അന്ന് രാത്രിയിൽ 2 പേരും കിടക്കുകയാണ്. ഉറക്കം വരുന്നില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. അലിയാർ തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി. അലിയാർ തങ്ങൾ പറഞ്ഞു, ഫാത്തിമ നിന്റെ പ്രയാസം മാറാൻ ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ ഫാത്തിമ. നിന്റെ കഷ്ടപ്പാട് മാറാൻ, നിന്റെ പ്രയാസം മാറാൻ ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ. എന്താണ് എന്ന് അലിയാർ തങ്ങളോട് ഫാത്തിമ ചോദിക്കുകയാണ്. അലിയാർ തങ്ങൾ പറഞ്ഞു, ഫാത്തിമ നേരം വെളുത്താ നീ നിന്റെ വാപ്പയെ കാണാ പോകണേ. നാളെ നീ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാ പോകണം. എന്നിട്ട് നിന്റെ കൈ കാണിച്ചു കൊടുക്കണം. നിന്റെ കഷ്ടപ്പാടും നിന്റെ ദുരിതവും നിന്റെ പ്രയാസവും നിന്റെ സങ്കടവും നിന്റെ വാപ്പയോട് പറയണേ ഫാത്തിമ. നിന്റെ വാപ്പാടെ അടുക്കൽ ഒരുപാട് അടിമകളുണ്ട്, വാപ്പയുടെ കയ്യിൽ ഒരുപാട് അടിമകളുണ്ട്. ഒരെണ്ണത്തെ ചോദിച്ചാ ഫാത്തിമ നിനക്ക് വാപ്പ തരുമെന്ന് അതാ അലിയാർ തങ്ങളെ പറയുകയാ. നീ ചെന്നിട്ട് ഒരടിമയെ ചോദിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ ഉറപ്പായിട്ടും തരും ഫാത്തിമ. ഒരടിമയെ ലഭിച്ചാ നിനക്ക് സഹായമാകുമല്ലോ, നിന്റെ പ്രയാസം മാറുമല്ലോ, നിന്റെ വല്ലാത്ത ബുദ്ധിമുട്ടുകൾ മാറുമല്ലോ, നിനക്കൊരു സഹായമാകുമല്ലോ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ചിന്തിക്കുന്ന ശരിയാണല്ലോ അല്ലാ. അങ്ങനെ സമാധാനമായി 2 പേരും കിടന്നുറങ്ങുകയാണ്. പഠിച്ചവനെ നേരം വെളുത്തു, ജോലിയെല്ലാം കഴിഞ്ഞപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനെ കാണാൻ പോവുകയാണ്. തന്റെ വാപ്പയെ കാണാൻ ആഗ്രഹത്തോടെ കടന്നു പോവുകയാണ്. വീട്ടിലേക്ക് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ വീട്ടിലില്ല. നിബിധങ്ങൾ ഒരു യാത്ര പോയിരിക്കുകയാണ്. ഫാത്തിമയ്ക്ക് വല്ലാത്ത സങ്കടമായി. തന്റെ വാപ്പയെ കാണാതെ വന്നപ്പോ വല്ലാത്ത സങ്കടമായി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അടുത്ത് വിളിക്കുകയാണ്, അവിടുന്ന് സമാധാനിപ്പിക്കുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ കൈ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഉമ്മ എന്റെ കൈ കണ്ടോ ഉമ്മ? അവിടെ വല്ലാത്ത കഷ്ടപ്പാടാ. കല്ല് പിടിച്ചിട്ട് എന്റെ കൈ പൊട്ടിയിരിക്കുകയാണ്. തന്റെ ഭർത്താവിന്റെ വീട്ടിലെ ജോലി ഭാരത്തെ കുറിച്ച് അവിടുത്തെ പ്രയാസങ്ങളെ കുറിച്ച് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ഫാത്തിമ കരഞ്ഞുകൊണ്ട് പറയുകയാ. എന്നിട്ട് പറഞ്ഞു, ഉമ്മ വാപ്പ വരുമ്പോ പറയണേ ഒരടിമ എനിക്ക് വാങ്ങിത്തരണമുമ്മ, ഒരടിമ എനിക്ക് വേണം. ഉമ്മ പറഞ്ഞ വാപ്പ ഉറപ്പായിട്ടും തരും. അങ്ങനെ ആയിഷ ബീവി പറഞ്ഞു, ഞാൻ പറയാ സമ്മതിപ്പിക്കാം. അങ്ങനെ അതാ ഫാത്തിമ ബീവിയെ സമാധാനിപ്പിച്ചു പറഞ്ഞു വിടുകയാണ്. അന്ന് രാത്രി ഒരുപാട് താമസിച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ കടന്നു വന്നത്. നിബിധങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. ക്ഷീണം കാരണം നിബിധങ്ങളെ കിടക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ
ഫാത്തിമ വന്നിരുന്നു നബിയേ, വല്ലാത്ത സങ്കടത്തിലാ നബിയേ. തന്റെ പൊന്നാര മകളുടെ കൈ പൊട്ടിയിരിക്കുന്നു നബിയേ. ഒരടിമയെ ചോദിച്ചു നബിയേ, പൊന്നുമോൾക്ക് ഒരടിമയെ കൊടുക്കണേ നബിയേ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഫാത്തിമയുടെ അവസ്ഥയെ കുറിച്ച് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് എഴുന്നേൽക്കുകയാണ്. അവിടുന്ന് വസ്ത്രം ധരിക്കാൻ പോകുമ്പോ ആയിഷ ബീബി പറഞ്ഞു, നബിയേ ഒരുപാട് താമസിച്ചു നബിയേ, നേരം വെളുത്തിട്ട് പോകാൻ നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമങ്ങ് വാടുകയാ. എനിക്കെന്റെ പൊന്നാര മകളെ കാണണം ആയിഷ, എനിക്കെന്റെ പൊന്നാര മകളെ കാണണമെന്ന് പറഞ്ഞിട്ട് ആ പാതിരാത്രിയിൽ തന്നെ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഇറങ്ങുകയാണ്. എന്തൊരു സ്നേഹമാണെന്നറിയോ? പൊന്നാര മകളോടുള്ള സ്നേഹത്തിന്റെ വലിപ്പം മനസ്സിലാക്കാൻ അവിടുന്ന് പാതിരാത്രിയിൽ ഇറങ്ങിപ്പോയി. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീടിന്റെ മുറ്റത്ത് നിന്ന് സലാം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ വീടിന്റെ അകത്തേക്ക് കടന്നു ചെന്നു. തങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ചാടി എഴുന്നേൽക്കുമ്പോ നബി തങ്ങൾ പറഞ്ഞു, ഇരിക്കലിയേ, ഇരിക്കു ഫാത്തിമ. തന്റെ മകളെയും തന്റെ മരുമകനെയും പാതിരാത്രി ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയിട്ട് അതാ കൈപൊട്ടി പരാതി പറയാമെന്ന ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളുടെ കൈപിടിക്കുകയാണ്. പടച്ചവനെ, കൈവല്ലാത്ത വേദനയാണ്.